ഇതുവരെ കോൺഗ്രസിലെ AI ഗ്രൂപ്പുകളെ കുറിച്ചായിരുന്നു ഗോവിന്ദൻ മാഷ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോഴിതാ സാക്ഷാൽ AI കുറിച്ചായി, നിർമ്മിത ബുദ്ധിയെക്കുറിച്ച് തന്നെ. തോക്കിൻ കുഴലിലൂടെ വിപ്ലവം എന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ AI സോഷ്യലിസം വരുമെന്ന തിയറി കേൾക്കുന്നത് ആദ്യമായിട്ടാണ്. ഗോവിന്ദൻ മാഷിന്റെ ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസ്റ്റ് പ്രഭാഷണം ഒന്ന് കേൾക്കണം. എന്ന് പറയുമ്പോൾ എന്തെല്ലാം പലതും നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ ഒരു അയ്യെന്ന് വിചാരിച്ചിട്ടുണ്ട്. 60% മനുഷ്യന്റെ അധ്വാന ശേഷിയെ പൂർണ്ണമായിട്ടും AI ഉപയോഗിച്ച് ഇല്ലായ്മ ചെയ്യും. അവർക്ക് തന്നെ ചെയ്യാൻ പറ്റും. നിങ്ങൾക്കൊരു സത്യം അറിയോ? ഞാൻ ഒരു വലിയ സംഭവ സത്യം. അപ്പോ AI മൂത്താൽ ഉണ്ടാവാൻ സാധ്യതകളെന്നാ സോഷ്യലിസത്തിലേക്കുള്ള യാത്രയാണ്. ഒരു സംശയവും വേണ്ട ഞങ്ങൾക്ക്. ഞങ്ങളൊരു സോഷ്യലിസം സപ്പോർട്ട് ചെയ്യുന്ന ഫാമിലിയാണ്. മുതലാളിയും തൊഴിലാളിയും ഒരേ തീൻമേശയിലിരുന്ന് ഭക്ഷണം കഴിക്കണം, ഒരേ കിടക്കയിൽ തന്നെ കിടന്നുറങ്ങണം. അതുകൊണ്ട് മാർക്സും വളരെ കറക്റ്റാണ്. മാറാത്തത് ഒന്നേ ഉള്ളൂ, മാറ്റം എന്നല്ലേ കാറൽ മാർക്സ് പറഞ്ഞിട്ടുള്ളത്. അതിപ്പോ നാളെ തന്നെ കഴിയുമെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. ഇനി ഒരു നമ്മൾ അന്നേ പറയുന്നത് ഇത് ഞാൻ നോക്കി ഇരിക്കുകയായിരുന്നു. ഈ സോഷ്യലിസം വരുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇതേവരെ വന്നു കാണുന്നില്ലല്ലോ എന്ന് നാളെ പറയണ്ട. ഇതേ ചിലപ്പോ 100, 150, 200 കൊല്ലം എടുക്കും. എന്താണ് ശരിയാവും. ഈ സാമൂഹ്യ പരിവർത്തനം എന്ന് പറഞ്ഞാൽ ചുട്ടപ്പം പോലെയും കിട്ടുന്നതാന്ന് വിചാരിക്കണ്ട. താൻ എന്റെ പാഞ്ചി പറയണേ. താൻ വിചാരിച്ചത് വെള്ളയപ്പങ്ങാടിയിൽ വെള്ളയപ്പം ഉണ്ടാക്കണ ടീം 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 എന്ന് പറഞ്ഞുണ്ടാക്കിയതാ. ചുട്ടപ്പം പോലെയും കിട്ടുന്നതാന്ന് വിചാരിക്കണ്ട. ഇത് കഷ്ടപ്പെട്ടെന്നെ കിട്ടുള്ളൂ. AI തൊഴിൽ നഷ്ടമുണ്ടാക്കുകയും തൊഴിലാളികളെ കൂടുതൽ പാപ്പരാക്കുകയും ചെയ്യുമ്പോൾ എങ്ങനെ സോഷ്യലിസം വരും? എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല. ചൈനയുടെ ഡീപ് സീക്ക് അമേരിക്കയെ വരെ വിരളി പിടിപ്പിക്കുന്ന കാലമല്ലേ? നടക്കുമായിരിക്കും. എന്തായാലും പണ്ട് കമ്പ്യൂട്ടറിനെ തള്ളിയതുപോലെ ഗോവിന്ദൻ മാഷ് AIയെ തള്ളി പറയുന്നില്ല. വക്രദൃഷ്ടി അവസാനിക്കുന്നു. വീണ്ടും അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം. നന്ദി, നമസ്കാരം.